S25 അൾട്ര ലോഞ്ച് ആയ സമയത്ത് നമ്മുടെ അൾട്ര സീരീസ് ഉള്ള കൂട്ടുകാരുണ്ടല്ലോ, അവരുടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഞാൻ ചോദിക്കാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ചാനലിൽ ഒരു കോണ്ടന്റ് കിട്ടും. എന്നാൽ എല്ലാവരും പറഞ്ഞൊരു ആൻസർ എന്ന് വെച്ചാൽ നോയാണ്. ഇപ്പോൾ S22 അൾട്ര ഉള്ള ഒരു അനിയൻ പറയുന്നുണ്ട്. അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മൊബൈലിൽ ഗ്രീൻ ലൈൻ വീണിട്ട് സർവീസ് സെന്റർ കൊണ്ടുകൊടുത്തപ്പോഴത്തേക്ക് 17,000 രൂപ ഉണ്ടെങ്കിലേ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഗ്രീൻ ലൈൻ വീണത്. ഒന്ന് ആലോചിച്ച് നോക്കണം. സാംസങ് ആക്ച്വലി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പോഴും അവൻ സാംസങ്ങിന് മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ S23 അൾട്ര ഉള്ള നമ്മുടെ ഒരു കൂട്ടാൻ ചേട്ടൻ പറഞ്ഞു വെച്ചാൽ ഹാർഡ്വെയർ എന്തോ ഇഷ്യൂ വന്നിട്ട് ഫോൺ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഡെഡായി. അത് ശരിയാക്കണമെങ്കിൽ 35,000 രൂപ വേണം. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാശ് കൊണ്ട് വേറൊരു ഫോൺ മേടിച്ചു, സാംസങ് അങ്ങോട്ട് കളഞ്ഞു. കൂടാതെ S24 അൾട്ര ഉള്ള കൂട്ടാൻ ചോദിച്ചപ്പോഴത്തേക്ക് വലിയ ഡിഫറൻസ് ആക്ച്വലി S25 അൾട്രയും S24 അൾട്രയും തമ്മിലില്ല. അതുകൊണ്ട് തന്നെ ഒരു അപ്ഗ്രേഡേഷൻ്റെ ആവശ്യമില്ലെന്നാണ്. എന്തായാലും ഈ ഒരു S24 അൾട്ര ഉള്ള നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു യൂസർ റിവ്യൂ നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ കാണുന്നതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒരു യൂസർ റിവ്യൂ എടുക്കുന്നതിന് മുന്നേ ഈ രണ്ട് ഫോണുകളെ കുറിച്ചിട്ട് ഒന്ന് ബേസിക് ആയിട്ട് നോക്കണമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ബേസിക് ആയിട്ട് നോക്കുമ്പോൾ തന്നെ അത് നിങ്ങളിലേക്ക് അറിയിക്കുവാണെങ്കിൽ നിങ്ങൾക്കും കുറച്ച് ബെറ്റർ ആയിട്ട് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ ഇന്ന് അങ്ങോട്ട് ചെയ്യുന്നത്. S24 അൾട്ര വേഴ്സസ് S25 അൾട്ര സ്പെക് വൈസ് ആണ് ഞാൻ ആക്ച്വലി കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി കുറേ അധികം വീഡിയോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൈസ് റേഞ്ച് മുതൽ തുടങ്ങുവാണെങ്കിൽ ഓഫ് കോഴ്സ് പുതിയൊരു മോഡൽ ഇറങ്ങുമ്പോഴത്തേക്ക് പഴയ മോഡലിന് സ്വാഭാവികമായിട്ടും വില കുറയും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. S24 അൾട്ര നമുക്കിപ്പോൾ ആമസോണിൽ 1,07,000 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. എന്നാൽ S25 അൾട്ര എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ബേസ് വേരിയന്റിന്റെ വില 1,29,999. കൂടാതെ ഫിസിക്കലി നോക്കുവാണെങ്കിൽ S24 അൾട്ര എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കർവ്ഡ് ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ S25 അൾട്രയിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് എഡ്ജസ് ഒക്കെ ഷാർപ്പാണ്. ഒരു ബോക്സി ടൈപ്പ് ആക്കിയിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ S25 അൾട്ര എന്ന് പറയുന്നത്. എന്നാൽ അത് കയ്യിൽ പിടിച്ച് നോക്കിയവർ പറയണത് ഇൻഹാൻഡ് ഫീൽ ഭയങ്കര സംഭവം എന്നാണ് പറയണത് S24 അൾട്രേനേക്കാളും. പക്ഷേ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോഴത്തേക്ക് S24 അൾട്രയാണ് കുറച്ച് ബെറ്റർ എന്ന് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി S24 അൾട്രയുടെ ആ ഒരു എന്താ പറയുക ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. ഈവൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് S24 അൾട്ര ഉള്ള ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞത് S25 അൾട്രയുടെ ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും അടുത്തൊരു സാംസങ് സ്റ്റോറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് S25 അൾട്ര ഒന്ന് പിടിച്ച് നോക്കിയിട്ട് അത് നോക്കട്ടെ, ആ ഒരു യൂസർ എക്സ്പീരിയൻസിൻ്റെ ആ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഇതിനകത്തുള്ള ആ ഒരു സിം ഉണ്ടല്ലോ, രണ്ടിലും ഡ്യുവൽ സിമ്മാണ്. എന്നാൽ S24 അൾട്രയിലേക്ക് വന്നപ്പോഴത്തേക്ക് രണ്ടും ഫിസിക്കൽ സിം ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് S25 അൾട്രയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഒരെണ്ണം ഈ സിമ്മും ഒരെണ്ണം ഫിസിക്കൽ സിമ്മുമായിട്ട് മാറിയിട്ടുണ്ട്. ഈ സിമ്മിൻ്റെ ഒരു പ്രശ്നം ഞാൻ ആക്ച്വലി ഐഫോൺ എടുത്തപ്പോഴത്തേക്ക് ഫേസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കയ്യിൽ വോഡഫോണും എയർടെലും ആയിരുന്നു രണ്ട് സിമ്മുകൾ ഉണ്ടായിരുന്നത്. എയർടെലിന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ സിം ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും ഒരു സെയിം നെറ്റ്വർക്കിലേക്ക് മാറേണ്ട ആവശ്യം എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വോഡഫോൺ അങ്ങോട്ട് ജിയോയിലോട്ട് സ്വിച്ച് ഓവർ ചെയ്തു. എന്നാൽ ആ സമയത്ത് പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവരുടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ പോർട്ട് ചെയ്യണം, എന്താ പറയുക, പിന്നെ പുതിയൊരു സിം കിട്ടും, എക്സ്ട്രാ കാശ് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോ നമ്മുടെ സമയം അങ്ങോട്ട് എക്സ്ട്രാ കളയേണ്ടി വരും ഈ ഒരു കാര്യത്തിൽ. അതേപോലെ തന്നെ ഞാൻ ഈ സിം അങ്ങോട്ട് ഫിസിക്കൽ സിമ്മിലോട്ട് മാറുന്ന സമയത്ത് പുതിയൊരു മൊബൈൽ മേടിച്ചപ്പോഴത്തേക്ക് അതിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അതിനും വീണ്ടും അവരുടെ ഓഫീസിലേക്ക് പോയി എന്താ പറയുക സിമ്മ് മേടിച്ചു. അപ്പോഴും എനിക്ക് തോന്നുന്നു 50 രൂപ എന്തോ ഒരു എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ സിമ്മിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ സിമ്മിന്ന് ഫിസിക്കൽ സിമ്മിലോട്ട് മാറുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജിയോയുടെ ഭാഗത്ത് പോകുമ്പോഴത്തേക്കുണ്ട്. വോഡഫോണും അതുപോലെ തന്നെ എയർടെലും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കമൻ്റ് ആയിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവും. വീണ്ടും എനിക്ക് പറയാനുള്ളത് ആ ഒരു ഈ സിമ്മിൻ്റെ കാര്യം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ സിമ്മിലോട്ട് മാറുമ്പോഴത്തേക്ക് കുറച്ച് മെനക്കേടേണ്ടി വരും, നമ്മുടെ സമയം എക്സ്ട്രാ കളയേണ്ടി വരും. ഇനി നമ്മുടെ ആ ഒരു വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 232 ഗ്രാമാണ് നമ്മുടെ S24 അൾട്രയെങ്കിൽ 218 ഗ്രാമിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ച് ചെറിയൊരു ഡിഫറൻസ് മാത്രമാണെങ്കിൽ പോലും അത് ആക്ച്വലി ആ ഒരു വെയിറ്റ് അലൈൻമെൻറ്റിൽ നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ഇൻ ഹാൻഡ് ഫീല് പലരും ഇതുപോലെ കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം പറയുന്നത് S24 അൾട്രേനേക്കാളും ബെറ്റർ ആണ് S25 അൾട്ര എന്നുള്ളത്. കൂടാതെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരുന്നു നമ്മുടെ S24 അൾട്രയിലെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ 6.9 ഇഞ്ച് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ബെസൽസ് കുറച്ചുകൂടെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ ഡിസ്പ്ലേയുടെ ആ ഒരു വലിപ്പം വീണ്ടും കൂടിയിട്ടുണ്ട്. 1440x3120 പിക്സൽസ് തന്നെയാണ് ആ ഒരു ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കൂടാതെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും നമുക്കിവിടെ രണ്ടിലും ഒരേപോലെ തന്നെ കാണാൻ സാധിക്കും.
പിന്നെ പിക്സൽ ഡെൻസിറ്റി അത് S24 അൾട്രേനേക്കാളും കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ S25 അൾട്രയിലേക്ക്. 505 PPI ആയിരുന്നു S24 അൾട്രയിലെങ്കിൽ ഇവിടെ നമ്മുടെ 498 PPI മാത്രമായിട്ട് കുറഞ്ഞിട്ടുണ്ട് S25 അൾട്രയിൽ. അതെന്തുകൊണ്ടാണ് കുറഞ്ഞതെന്ന് എനിക്കറിയില്ല. മേ ബി ആ ഒരു ബെസൽസ് കുറച്ചപ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നമായിരിക്കാം. കാരണം പിക്സൽ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കൂടുന്നത്. പിന്നെ ഉറപ്പായിട്ടും എന്താ പറയുക, ഇപ്പോൾ S24 അൾട്ര ആണെങ്കിലും S25 അൾട്ര ആണെങ്കിലും ഇനി നമ്മുടെ ആ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് രണ്ടിലും കാണാൻ സാധിക്കുക. കളർ LTPO AMOLED സ്ക്രീനാണ്. ആ ഒരു 16 മില്യൺ കളേഴ്സാണ് നമ്മുടെ S24 അൾട്രയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് 1 ബില്യൺ കളേഴ്സിലേക്ക് മാറിയിട്ടുണ്ട്. സോ ആ ഒരു പിക്സൽ ഡെൻസിറ്റിയുടെ കുറവ് ഭയങ്കര വലിയ രീതിക്ക് ഒരു വളരെ കുറവായിട്ട് പറയാനും പറ്റത്തില്ല. പ്രൊട്ടക്ഷന് വേണ്ടി നമ്മുടെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമർ ആയിരുന്നു നമ്മുടെ S24 അൾട്രയിലെങ്കിൽ ഇവിടെ S25ലേക്ക് വരുമ്പോഴത്തേക്ക് കോർണിംഗ് ഗൊറില്ല ആർമർ 2 ആണ്. അതായത് ഇതിന്റെ സെക്കൻഡ് വേർഷനാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മുടെ ആ S24 അൾട്ര തന്നെ പെർഫെക്റ്റ് ആണ് ആ ഒരു പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ. സോ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഡബിൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഡബിൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇവിടെ നമ്മുടെ S25 അൾട്രയിൽ കിട്ടുന്നത്. രണ്ട് ഫോണുകളിലും നമുക്ക് 12GB റാമും സ്റ്റോറേജ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് 256GB തന്നെയാണ്. കൂടാതെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് UFS 4.0 തന്നെയാണ് രണ്ടിലും കാണാൻ സാധിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആയിരുന്നു നമ്മുടെ S24 അൾട്രയിലെങ്കിൽ S25 അൾട്രയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ USB ടൈപ്പ് C വേർഷൻ 3.2 തന്നെയാണ് രണ്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ IP68ന്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് ഇവിടെ രണ്ടിടത്തും കാണാൻ സാധിക്കും. IP68 എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളത്തിനടിയിൽ നമുക്ക് 30 മിനിറ്റ് 1.5 മീറ്റർ വരെ നമുക്ക് പോയിട്ട് യൂസ് ചെയ്താലും ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ ചൂടുവെള്ളത്തിൽ വീണാൽ പോലും ഈ IP68 അങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാ പറയുന്നത്. അതിനെക്കുറിച്ച് എന്തായാലും എനിക്ക് കൂടുതൽ അറിയത്തില്ല. അത് ഇട്ട് നോക്കി കഴിഞ്ഞാൽ പറയാനും പറ്റത്തുള്ളൂ. ഇനി ക്യാമറ സൈഡിലേക്ക് വരുവാണെങ്കിൽ വലിയ ഡിഫറൻസ് ആക്ച്വലി ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. ആകെ വന്നൊരു ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 12MB അൾട്രാ വൈഡ് ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത് 50MB അൾട്രാ വൈഡ് ആക്കി. പിന്നെ അവിടെയും ആ ഒരു എഫ് ടോപ്പ് ഉണ്ടല്ലോ 12MB ആയിരുന്നപ്പോഴത്തേക്ക് 2.2 അപ്പേച്ചർ ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് 1.9 അപ്പേച്ചറിലേക്ക് മാറി. അതായത് കുറച്ചുകൂടി ആ ഒരു ബോക്കെ എഫക്റ്റ് ഒക്കെ നമുക്ക് ഈ ഒരു അൾട്രാ വൈഡിൽ എടുക്കുമ്പോഴും ബെറ്റർ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ S25 അൾട്രയിൽ തന്നെയാണ്. ബാക്കിയുള്ള എല്ലാം തന്നെ നമുക്ക് നോർമലി മറ്റുള്ളതിൽ കണ്ട എന്താണോ അത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു അൾട്രാ വൈഡിൽ മാത്രം കുറച്ച് ഡിഫറൻസ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ മാത്രം ഈ ഒരു S25 അൾട്രയിലേക്ക് തിരിഞ്ഞാൽ മതി. എന്തായാലും ഫോട്ടോഗ്രാഫി അങ്ങനെ ഇരിക്കട്ടെ, പക്ഷേ വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫറൻസ്, അത്യാവശ്യം നല്ല വലിയ രീതിക്ക് ഡിഫറൻസ് ഇവിടെ ഈ രണ്ട് ഫോണുകളിലും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ S24 അൾട്രയിൽ നമുക്ക് 8Kയിൽ 24 FPS മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് 24 അതുപോലെ തന്നെ 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ 4K നമുക്ക് 30 FPS മാത്രമേ S24 അൾട്രയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത് 60 FPS വരെ നമുക്ക് അൾട്രാ HDയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് S25 അൾട്രയിൽ എടുത്തു പറയേണ്ടത്. സോ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഹൈ റെസൊല്യൂഷനിലൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ S25 അൾട്ര തന്നെ ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ഐഫോണുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ആവശ്യം പോലെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലൊക്കെ കാണാം. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമ്മുടെ ചാനലിലും ഇതുപോലെ iPhone 16 Pro Maxും അതുപോലെ തന്നെ സാംസങ് S25 അൾട്രയും തമ്മിലുള്ള കമ്പാരിസണും ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ 12MB ആ ഒരു വൈഡ് ആംഗിൾ ക്യാമറ തന്നെയാണ് രണ്ടിലും കാണാൻ സാധിക്കുക. 2.2 അപ്പേച്ചർ തന്നെയാണ് രണ്ടിലും. അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 4Kയിൽ നമുക്ക് 30 FPS മാത്രം അൾട്രാ HD നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് S25 അൾട്രയിലേക്ക് വരുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് 60 FPS മാറിയിട്ടുണ്ട്. കൂടാതെ 1080ൽ നമുക്ക് 30 FPS മാത്രമായിരുന്നു നമ്മുടെ ഫ്രണ്ട് ക്യാമറ വെച്ച് S24 അൾട്രയിൽ എടുക്കാൻ പറ്റുമ്പോഴത്തേക്ക് ഇവിടെ 1080ൽ നമുക്ക് 60 FPS എടുക്കാൻ പറ്റും. സോ കുറച്ചുകൂടി ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നത് നമ്മുടെ S25 അൾട്രയിൽ. ഞാൻ പറഞ്ഞില്ലേ, ഓവറോൾ ഉറപ്പായിട്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന് ബെറ്റർ ആണ് നമ്മുടെ S25 അൾട്ര S24 അൾട്രേനേക്കാളും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ Android 14 ബേസിൽ നമ്മുടെ One UI 6.1 ആയിരുന്നു S24 അൾട്രയിലെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് Android വേർഷൻ 15ൽ One UI 7 ആണ് കാണാൻ സാധിക്കും. പെർഫോമൻസിന്റെ കാര്യം പറയുവാണെങ്കിലും Qualcomm Snapdragon 8 Gen 3 3.3 ഹെർട്സിന്റെ ഒക്ടാകോർ പ്രോസസ്സർ ആയിരുന്നു നമ്മുടെ S24 അൾട്രയിലെങ്കിൽ 4.47 GHz ഒക്ടാകോർ പ്രോസസ്സർ ആയിട്ടുള്ള Qualcomm Snapdragon Elite ആണ് നമുക്കിവിടെ ഒരു S25 അൾട്രയിൽ കാണാൻ സാധിക്കുക. ഈ ഒരു
പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഉറപ്പായിട്ട് നമ്മുടെ ആ ഒരു ക്യാമറയിലും ആ ഒരു ഡിഫറൻസ് വന്നുള്ളതിൽ വേറൊരു സംശയമില്ല കേട്ടോ. പിന്നെ ഈ ഒരു പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഗെയിമൊക്കെ കളിക്കാൻ, പ്രത്യേകിച്ച് പബ്ജി അതുപോലെ തന്നെ നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാൻ അടിപൊളി സ്മൂത്ത് ആയിട്ടായിരിക്കും കളിക്കാൻ പറ്റുക. അതും എന്തായാലും നോക്കട്ടെ, ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കാണിച്ചിരുന്നതാണ്. GPU നോക്കുവാണെങ്കിൽ Adreno 750 ആയിരുന്നു S24 അൾട്രയിലേക്ക് വന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ Adreno 830 മാറിയിട്ടുണ്ട്. സോ ഗ്രാഫിക്സ് വൈസും ഉറപ്പായിട്ടും വളരെ വളരെ ബെറ്റർ ആണ് നമ്മുടെ S25 അൾട്ര. ബാറ്ററി സൈഡ് നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററി തന്നെയാണ് രണ്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ തന്നെയാണ് രണ്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വയർലെസ് ചാർജിങ് 15 വാട്ട്സ് ആണ്. അതുപോലെ തന്നെ റിവേഴ്സ് ചാർജിങ് 10 വാട്ട്സിലോട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ S25 അൾട്ര. എനിക്ക് തോന്നുന്നു S24 അൾട്രയിൽ 10 വാട്ട്സ് ഇല്ലായിരുന്നു, 4.5 ആയിരുന്നു തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ചെറിയൊരു വ്യത്യാസം ഇവിടെ നമ്മുടെ ആ ഒരു S25 അൾട്രയിൽ വന്നിട്ടുണ്ട്. കൂടാതെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സെയിം തന്നെയാണ്, 4.5 വാട്ട്സിന്റെ ആ ഒരു ചാർജിങ് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 30 മണിക്കൂറാണ് വീഡിയോ പ്ലേ ടൈം നമ്മുടെ S24 അൾട്രയിൽ പറയുന്നെങ്കിലും 31 മണിക്കൂർ, 1 മണിക്കൂറും കൂടെ കൂടുതൽ നമ്മുടെ S25 അൾട്രയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു S24 അൾട്ര വേഴ്സസ് S25 അൾട്ര നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും ഭയങ്കര വലിയ മാറ്റങ്ങൾ ഇതിനകത്ത് വന്നില്ലെങ്കിലും നമുക്ക് ആകെ പറയാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ചുകൂടെ ആ ഒരു ഇൻ ഹാൻഡ് ഫീൽ നമുക്ക് S25 അൾട്രയിലായിരിക്കും കിട്ടുക. കൂടാതെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ S25 അൾട്രയിൽ. സോ നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് വേണ്ടത്, പ്രത്യേകിച്ച് നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, വീഡിയോ നല്ല അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി, അതായത് 30 FPS എടുക്കാം S24 അൾട്രയിൽ, എന്നാൽ പോലും നിങ്ങൾക്കൊരു 60 FPS എടുക്കണം, അതായത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്മൂത്ത്നെസ് ഒക്കെ കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും S25 അൾട്ര ആയിരിക്കും നല്ലൊരു ഡീൽ എന്നുള്ളതിലും വേറൊരു സംശയമില്ല. പിന്നെ S25 അൾട്ര ആയാലും S24 അൾട്ര ആയാലും എനിക്ക് തോന്നുന്നു ഐഫോണിൻ്റെ അത്ര വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ചെറിയൊരു സംശയം ഇല്ലാതെ ഇല്ല. ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, ഇപ്പോൾ S24 അൾട്ര ഞാൻ ഒന്ന് ടെസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.